പുൽപ്പള്ളിയിലെ കടുവയെ വീണ്ടും ജനവാസ മേഖലയിൽ കണ്ടതായി നാട്ടുകാർ പറയുന്നു. പഞ്ചാരക്കൊല്ലിയിലെ ജനവാസ മേഖലയിലാണ് കടുവയെ കണ്ടത്. കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം ഊർജിതമായി പുരോഗമിക്കുകയുമാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നോക്കാം. PV ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നരഭോജി കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ തീവ്ര ശ്രമം ഇപ്പോഴും തുടരുകയാണ്. 38 ക്യാമറകളാണ് ഇതിനായി പ്രിയദർശിനി പ്ലാന്റേഷൻ കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ 38 ക്യാമറകളിൽ പല സ്ഥലങ്ങളിലും കടുവയുടെ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കടുവ രാധയെ കൊന്ന കടുവയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. ഇതിനായി ചിത്രങ്ങൾ തമ്മിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വനംവകുപ്പ് നടത്തും. മാത്രമല്ല വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ വിദഗ്ധ സംഘത്തെ തിരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഈ ഒരു 10 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. കടുവയെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘത്തിന്റെ ദൗത്യം. അതേസമയം തന്നെ ഈ കടുവ നേരത്തെ രാധയെ കൊന്ന കടുവയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഈ സംഘവും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല തീർച്ചയായും ജോഷിൽ എന്തായാലും സ്ഥിരീകരണം ആ വിഷയത്തിൽ ഇനിയും ഒരുപാട് വരാനിരിക്കുന്നു. ദൗത്യം തുടരുകയാണ്.